വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ജെറമിയ 2-ാം അധ്യായം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ദൈവത്തെ വിട്ട് വിഗ്രഹങ്ങളെ പിന്തുടരുന്നത് വ്യർത്ഥവും അപകടകരവുമാണ്. യഹോവയാണ് ജീവജലത്തിൻ്റെ ഉറവ, അവനെ വിട്ടാൽ ജീവിതം ശൂന്യവും നാശകരവുമാകും എന്നതാണ്. എന്തെന്നാൽ എൻ്റെ ജനം 2 തിന്മകൾ പ്രവർത്തിച്ചു. ജീവജലത്തിൻ്റെ ഉറവയായ എന്നെ അവർ ഉപേക്ഷിച്ചു. ജലം സൂക്ഷിക്കാൻ കഴിവില്ലാത്ത പൊട്ടക്കിണറുകൾ കുഴിക്കുകയും ചെയ്തു. ജെറമിയ 2-ാം അധ്യായം 13-ാം തിരുവചനം. ജെറമിയ 3-ാം അധ്യായത്തിൽ ദൈവം തൻ്റെ ജനത്തെ വിശ്വാസദ്രോഹം ചെയ്താലും ക്ഷമിക്കാൻ തയ്യാറാണ് എന്നും തിരിച്ചുവരവ് മാത്രമാണ് രക്ഷയുടെ വഴിയെന്നും യഹോവയാണ് സത്യദൈവമെന്നും നമ്മെ പഠിപ്പിക്കുന്നു. വിശ്വാസദ്രോഹികളായ മക്കളെ ദൈവത്തിങ്കിലേക്ക് വിളിക്കുന്നതാണ് ജെറമിയ 3-ാം അധ്യായത്തിൽ 12, 14, 22 എന്നീ തിരുവചനങ്ങൾ. കർത്താവ് അരുളി ചെയ്യുന്നു, അവിശ്വസ്തയായ ഇസ്രായേലെ തിരിച്ചു വരിക, ഞാൻ നിന്നോട് കോപിക്കുകയില്ല, ഞാൻ കാരുണ്യവാനാണ്, ഞാൻ എന്നേക്കും കോപിക്കുകയില്ല. കർത്താവ് അരുളി ചെയ്യുന്നു, അവിശ്വസ്തരായ മക്കളെ തിരിച്ചു വരുവിൻ, ഞാൻ മാത്രമാണ് നിങ്ങളുടെ നാഥൻ. ഒരു നഗരത്തിൽ നിന്നൊരു നായകനെയും ഒരു കുടുംബത്തിൽ നിന്ന് 2 പേരെയും തിരഞ്ഞെടുത്ത് ഞാൻ നിങ്ങളെ സിയോനിലേക്ക് കൊണ്ടുവരും. കർത്താവ് അരുളി ചെയ്യുന്നു, അവിശ്വസ്തരായ മക്കളെ തിരിച്ചു വരുവിൻ, ഞാൻ നിങ്ങളുടെ അവിശ്വസ്തത പരിഹരിക്കാം. ഇതാ ഞങ്ങൾ അങ്ങയുടെ അടുത്തേക്ക് വരുന്നു, അവിടുന്നാണ് ഞങ്ങളുടെ ദൈവമായ കർത്താവ്. ജെറമിയ 4-ാം അധ്യായം നമ്മെ പഠിപ്പിക്കുന്നത് ഹൃദയപൂർവമായ തിരിച്ചുവരവ് മാത്രമാണ് ദൈവത്തിന് പ്രസാദകരമെന്നും മതാചാരങ്ങളെക്കാൾ ആന്തരിക ശുദ്ധീകരണമാണ് പ്രാധാന്യമെന്നുമാണ്. യൂദാ നിവാസികളെ, ജെറുസലേം പൗരന്മാരെ, കർത്താവിനായി നിങ്ങളെ തന്നെ പരിച്ഛേദനം ചെയ്യുവിൻ, ഹൃദയപരിച്ഛേദനം ചെയ്യുവിൻ, അല്ലെങ്കിൽ നിങ്ങളുടെ ദുഷ്കൃത്യം നിമിത്തം എൻ്റെ കോപം അഗ്നി പോലെ ജ്വലിക്കും, അത് ശമിപ്പിക്കാൻ ആർക്കും സാധിക്കുകയില്ല. പരിശുദ്ധാത്മാവെ, തിരുവചനത്തിൻ്റെ അനന്തശക്തിയാൽ ആത്മാവിൻ്റെ ബലങ്ങളും ദാനങ്ങളും നൽകി തീക്ഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.